1540കളിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ജപ്പാനിലെ ജനങ്ങൾക്ക് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കത്തോലിക്ക വിശ്വാസം നട്ടുപിടിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷവും സുവിശേഷ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു. 1550കളോടെ 2,00,000-ലധികം പേർ ക്രിസ്തുമാർഗം സ്വീകരിച്ചു. ജപ്പാനിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ നടത്തിയ സുവിശേഷ പ്രവർത്തനത്തിൻ്റെ ആദ്യ ഫലങ്ങളിൽ ഒന്നായിരുന്നു ഈശോ സഭയിൽ ഉൾപ്പെട്ട പോൾ മിക്കി. ഒരു ജാപ്പനീസ് സൈനിക നേതാവിൻ്റെ മകനായി സമ്പന്ന കുടുംബത്തിലാണ് പോൾ മിക്കി ജനിച്ചത്. ജസ്യൂട്ടുകളിൽ നിന്ന് വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം ഒരു വൈദികനാകാൻ ആഗ്രഹിച്ച് പഠനം ആരംഭിച്ചു. ആ കാലഘട്ടത്തിൽ ജപ്പാൻ ഭരണാധികാരിയായ ടൊയോട്ടോമി ഹിഡയോഷി ക്രിസ്ത്യാനികളെ അക്രമാസക്തമായി പീഡിപ്പിക്കാൻ തുടങ്ങി. ഈ സമയത്ത് നിരവധി പള്ളികൾ നശിപ്പിക്കുകയും മിഷനറിമാർ രഹസ്യമായി പ്രവർത്തിക്കാൻ നിർബന്ധിതരാവുകയും ചെയ്തു. എന്നാൽ പോൾ മിക്കി ക്രിസ്തുവിന് വേണ്ടി ധൈര്യപൂർവ്വം തൻ്റെ ശുശ്രൂഷ ചെയ്തു. വാചാലവും ബുദ്ധിപരവുമായ പ്രസംഗത്തിന് പേരുകേട്ടവനായിരുന്നു അദ്ദേഹം. ഈ പീഡനത്തിന് കീഴിൽ പോൾ മിക്കിയെയും മറ്റ്25 പേരെയും അറസ്റ്റ് ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. 3 സ്വദേശികളായ ഈശോ സഭാംഗങ്ങളും 6 വിദേശ ഫ്രാൻസിസ്കന്മാരും ചില കുട്ടികളും ഉൾപ്പെടുന്നതായിരുന്നു അവർ. കുരിശിലേറ്റി മരിക്കാൻ വിധിക്കപ്പെട്ട അവരെ ആദ്യം 600 മൈൽ അകലെയുള്ള നാഗസാക്കി നഗരത്തിലേക്ക് മാർച്ച് ചെയ്ത് കൊണ്ടുപോയി. യാത്രക്കിടെ ക്രിസ്തുവിലുള്ള മറ്റു ജാപ്പനീസ് വിശ്വാസികളെ ഭയപ്പെടുത്താൻ അവർ പരസ്യമായി ക്രൂരപീഡനത്തിന് ഇരയായി. എന്നാൽ 26 പേരും ധൈര്യപൂർവ്വം ക്രിസ്തുവിന് വേണ്ടി നിലയുറപ്പിച്ചു. അവർ തങ്ങളുടെ പീഡനത്തിൻ്റെ നടുവിലും പ്രാർത്ഥനകൾ നടത്തുകയും സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്തു. ഇത് കണ്ടുനിന്നവരെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. തങ്ങളെ ക്രൂശിക്കുന്ന കുന്നിലെത്തിയപ്പോൾ അവർ ഡേ ഡ്യൂം എന്ന ആദ്യകാല ക്രിസ്ത്യൻ സ്തുതിഗീതം ആലപിച്ചുകൊണ്ട് സന്തോഷത്തോടെ തങ്ങളുടെ കുരിശിനടുത്തേക്ക് എത്തുന്നത് കണ്ട് ആളുകൾ അതിശയിച്ചു. അവിടെ സംഭവിക്കുന്നത് കാണുന്നതിന് തടിച്ചുകൂടിയ ആളുകൾക്ക് പോൾ മിക്കി അവർക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു ശ്രദ്ധേയനായ വ്യക്തിയായിരുന്നു. പട്ടാളക്കാർ അവരുടെ കൈത്തണ്ടയിലും കണങ്കാലിലും തൊണ്ടയിലും ഇരുമ്പ് ബാൻഡുകളാൽ അവരെ കുരിശിൽ ബന്ധിച്ചു. എന്നിട്ട് കുന്തങ്ങളാൽ കുത്തിത്തുളച്ചു. ക്രൂരമരണങ്ങൾ കാണാൻ ധാരാളം പേർ എത്തിയിരുന്നു. കുരിശിൽ തൂങ്ങിയുള്ള പോൾ മിക്കിയുടെ അവസാന സുവിശേഷ പ്രസംഗത്തിലെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: ക്രിസ്തുവിന്റെ തത്വങ്ങൾ പഠിപ്പിച്ചുവെന്ന ഏക കുറ്റത്തിനാണ് എന്നെ കൊല്ലുന്നത്. ശരിയാണ്, ഞാൻ ക്രിസ്തുവിന്റെ തത്വങ്ങൾ പഠിപ്പിച്ചു. ഇക്കാരണത്തിനാണ് ഞാൻ മരിക്കുന്നതെന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. മരിക്കുന്നതിന് മുൻപ് സത്യം മാത്രമാണ് ഞാൻ പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സൗഭാഗ്യരാകാൻ നിങ്ങൾ ക്രിസ്തുവിനോട് അപേക്ഷിക്കുക. ഞാൻ ക്രിസ്തുവിനെ അനുസരിക്കുന്നു. ക്രിസ്തുവിൻ്റെ മാതൃക അനുസരിച്ച് ഞാൻ എൻ്റെ ഘാതകരോട് ക്ഷമിക്കുന്നു. ഞാൻ അവരെ വെറുക്കുന്നില്ല. എല്ലാവരോടും കരുണയുണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എൻ്റെ രക്തം എൻ്റെ സഹോദരന്മാരുടെ മേൽ ഫലദായകമായ മഴയായി പൊഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തെ അണുബോംബ് പതിച്ച ജപ്പാനിലെ നാഗസാക്കി എന്ന ലോകപ്രസിദ്ധമായ സ്ഥലത്ത് വിശുദ്ധഗിരി എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന കുന്നിൽ ഏകദേശം 4 ശതാബ്ദം മുൻപ് 1597 വിശുദ്ധ പോൾ മിക്കിയും അദ്ദേഹത്തിൻ്റെ 25 കൂട്ടാളികളും കുന്തത്താൽ കുത്തേറ്റു മരിച്ചു. പയസ് 9 മാർപ്പാപ്പ 1862 നാഗസാക്കിയിലെ രക്തസാക്ഷികളെ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നാൾക്കുനാൾ വളരുന്നതിനും സാക്ഷ്യജീവിതം നയിക്കുന്നതിനും വിശുദ്ധ രക്തസാക്ഷികളുടെ മാധ്യസ്ഥ്യം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.